2003 നവംബർ മുതലാണ് പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ കർശനമായി പാലിക്കാനുള്ള തീരുമാനം ഉണ്ടായത്. എന്നാൽ നിരന്തരം പാകിസ്ഥാൻ ഇത് ലംഘിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ ഈ കരാർ ലംഘിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. എന്നാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തമായ തിരിച്ചടി താങ്ങാൻ വയ്യാതെ നമുക്ക് ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഇന്ത്യയെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. കരാർ ലംഘനത്തെക്കുറിച്ചുള്ള ചർച്ച വിശദമായി തന്നെ നമുക്ക് ആകാമെന്ന് പറഞ്ഞാണ് പാകിസ്ഥാൻ ചർച്ചയ്ക്കായി മുന്നോട്ട് വന്നത്. 75 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജമ്മു കശ്മീർ അതിർത്തിയിൽ നിയന്ത്രണ രേഖയിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് പാകിസ്ഥാന് ശക്തമായ പ്രതിഷേധമാണ് അവിടെ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഭീഷണി തന്നെയാണ് പാകിസ്ഥാൻ ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡന്റെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളുടെ ശക്തി എന്താണെന്ന് നിങ്ങൾ അറിയുമെന്നാണ് പാകിസ്ഥാനോട് ഇപ്പോൾ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഇരു സൈന്യത്തിന്റെയും കമാൻഡർ തല ചർച്ചയിലാണ് ഇന്ത്യ ഈ നിലപാട് അറിയിച്ചത്. കരാർ ലംഘനം ആവർത്തിച്ചാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് വെറുതെ പറയുന്നതല്ല, ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെ ഇന്ത്യ നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പുഞ്ച് രജൌരി മേഖലയിൽ തുടർച്ചയായി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് ഇരു സൈന്യങ്ങളുടെയും ഈ ചർച്ച നടന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. പുഞ്ചിലെ ചക്കൻദാബാഗ് ക്രോസിംഗ് പോയിന്റിലാണ് ഫ്ലാഗ് മീറ്റ് നടന്നത്. 75 മിനിറ്റോളം ചർച്ച നടന്നു. അതിർത്തിയിൽ സമാധാനം നിലനിർത്തേണ്ട ആവശ്യകത ആണ് ഇന്ത്യ ചൂണ്ടിക്കാട്ടാനായി രംഗത്തെത്തുന്നത് എന്നാണ് ഇന്ത്യ പ്രധാനമായിട്ടും പറഞ്ഞത്. പാകിസ്ഥാൻ അതിന് മുൻകൈ എടുക്കണം, പാകിസ്ഥാനാണ് ഇപ്പോൾ സകല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പാകിസ്ഥാന്റെ മുഖത്ത് നോക്കി തന്നെയാണ് ഇന്ത്യ പറഞ്ഞത്. വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ മാനിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. അതിർത്തിക്ക് അപ്പുറത്തേക്ക് വെടിവെപ്പുണ്ടായാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും. ഇന്ത്യ അത് ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യ പഴയ ഇന്ത്യയല്ല. ഇനി ഒരു ശക്തമായിട്ടുള്ള തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാനിലേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് താങ്ങാനും കഴിയില്ല എന്നും ഇന്ത്യ അവിടെ ഓർമ്മിപ്പിച്ചു. പാക് ഭാഗത്ത് നിന്ന് നുഴഞ്ഞു കയറാനുള്ള ഭീകരരുടെ ശ്രമം അത് പാക് സൈന്യം അതിന് കൂട്ടുനിൽക്കുകയാണ്. അതിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്നും ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥൻ ഇങ്ങനെയാണ് പറയുന്നത്. സമാധാനം ഉറപ്പാക്കാൻ നടപടി ഉണ്ടാകുമെന്ന് പാക് ഉദ്യോഗസ്ഥൻ അറിയിച്ചുവെന്നും ഇന്ത്യൻ സൈന്യം പറയുന്നുണ്ട്. സമാധാനപരമായി പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളെ സ്വാഗതം ചെയ്യുന്നതായിട്ടുള്ള ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ പ്രസ്താവനയും ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. എന്തു തന്നെയായിരുന്നാലും യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ യോഗം ഇതിനു മുമ്പുണ്ടായിരുന്നു. ആ യോഗത്തിലാണ് അമിത്ഷാ കർശനമായിട്ടുള്ള നടപടി തന്നെ നിങ്ങൾ സ്വീകരിച്ചോളാൻ ഇന്ത്യൻ സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തത്. മറുപടിയും ഒട്ടും കുറയ്ക്കേണ്ട എന്നും അമിത്ഷാ തന്നെയാണ് ഇവരെ അറിയിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.